എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ 4ാം പാഠമായ സൗഹാർദ്ദ കുസുമാനി എന്ന പാഠത്തിൻ്റെ അവസാനത്തെ പാർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാ സുഭാഷിതങ്ങളും വിവരിച്ചിരുന്നു. ഇന്ന് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പേജ് നമ്പർ 47 ഒന്നാമത്തെ പഠന പ്രവർത്തനം കൊടുത്തിരിക്കുന്നത് സുഭാഷിതാനി സതാളം ആലപതു. സുഭാഷിതങ്ങൾ താളത്തോടുകൂടി ആലപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സുഭാഷിതങ്ങളുടെ മാതൃക ഓഡിയോയോ അതല്ലെങ്കിൽ ടീച്ചർമാർ പറഞ്ഞു കൊടുത്തോ കുട്ടികളെ കൊണ്ട് തന്നെ താളമുണ്ടാക്കിച്ചോ ഈ പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അക്ഷരസ്ഫുടത വേണം, പദജ്ഞാനം, പദം അറിഞ്ഞുകൊണ്ട് ഓരോ പദങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള ചൊല്ലലായിരിക്കണം. അടുത്തത് ആശയ അവബോധ, ആശയം മനസ്സിലാക്കിക്കൊണ്ടുള്ള ആലാപനമായിരിക്കണം. അടുത്തത് ഉചിത ഭാവ, ഉചിതമായ ഭാവത്തോടു കൂടി. അടുത്തത് ഉചിത താള, ഉചിത താളത്തോടു കൂടി. ഇത്രയും കാര്യങ്ങൾ ആധാരമാക്കി വേണം ഇതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുവാനായിട്ട്. സുഭാഷിതങ്ങൾ സതാളം ആലപതു എന്ന പ്രവർത്തനം അങ്ങനെ ചെയ്യുക. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 2. ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകെ ലിഖതു. ഇതിനായി 50ാം പേജിൽ കാണുന്ന ശബ്ദകോശം എടുക്കുക. ആ ശബ്ദകോശത്തിൽ ഓരോരോ വാക്കുകളുടെ സംസ്കൃതത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതേപോലെ നിങ്ങൾക്ക് അറിയില്ലാത്തത്, കുട്ടികൾക്ക് അറിയില്ലാത്തത് മാത്രം നോട്ട് ബുക്കിലേക്ക് എഴുതിക്കുക, ടിപ്പണി പുസ്തകത്തിലേക്ക് എഴുതിക്കുക. അത് എപ്പോഴും വീണ്ടും വീണ്ടും പഠിക്കുവാനായിട്ട്, പുതിയ വാക്കുകൾ അറിയാനായിട്ട് നമ്മളെ സഹായിക്കും. ഓരോ വാക്കുകൾ എഴുതുമ്പോൾ കൂടുതൽ പഠിക്കാൻ അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പലതവണയായിട്ട് പകർത്തിൽ എഴുതിച്ചുകൊണ്ടൊക്കെ ആ പ്രവർത്തനം, അർത്ഥം പഠിക്കാനുള്ള പ്രവർത്തനം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ടിപ്പണി പുസ്തകത്തിൽ ഓരോ തവണ എഴുതിപ്പിച്ചിട്ട് ഈ വാക്കുകൾ തന്നെ പകർത്തിൽ കോപ്പി ബുക്കിലൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ആ വാക്കുകൾ പഠിക്കാൻ ഇടയാകും. ഓക്കെ, അങ്ങനെ ആ പ്രവർത്തനം ചെയ്യേണ്ടതാണ്. അതിന് 50ാം പേജിലെ ശബ്ദകോശം നോക്കുക. അടുത്ത പ്രവർത്തനം, 3ാമത്തെ പ്രവർത്തനം, പ്രദത്താനി വാക്യാനി പഠിത്വ തദാശയയുക്താനി സുഭാഷിതാനി ലിഖതു. നൽകിയിരിക്കുന്ന വാക്യങ്ങൾ വായിച്ചിട്ട് ആ ആശയം വരുന്ന സുഭാഷിതങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ്. നമ്മുടെ പാഠഭാഗത്താണെങ്കിൽ ആകെ 3 സുഭാഷിതമാണ് ഉള്ളത്. ഈ 5ാം ക്ലാസ്സിലെ പുസ്തകം ആയതുകൊണ്ടായിരിക്കാം, പുതിയ പുസ്തകവും ആയതുകൊണ്ടായിരിക്കാം, എന്തായാലും ക്രമത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ. ഏ പരോക്ഷേ കാര്യഹന്താരഹ പ്രത്യക്ഷേ പ്രിയവാദിനഃ താൻ ജനാൻ വർജയേ. നമ്മളുടെ സാന്നിധ്യമില്ലാത്തപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം മുടക്കുകയും നമ്മൾ കൂടെയുള്ളപ്പോൾ നല്ലത് പറയുകയും നല്ല വാക്കുകൾ പറയുന്ന ആളുകളെ വർജിക്കണം, ഉപേക്ഷിക്കണമെന്നാണ് അർത്ഥം. അങ്ങനെ വരുന്ന സുഭാഷിതം ഏതാണെന്നാണ് ആദ്യത്തെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ സുഭാഷിതം തന്നെയാണ് അതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഈ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിലെ എല്ലാ വാക്കുകളും വാചകങ്ങളും എല്ലാം ആ സുഭാഷിതത്തിൽ വരുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേത് താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. അതിനകത്ത് പരോക്ഷേ കാര്യഹന്താരം എന്നുള്ള വാക്ക്, പ്രത്യക്ഷം എന്നുള്ള വാക്ക്, പ്രിയവാദിനം, വർജയേത്, ഇങ്ങനെയുള്ള വാക്കുകൾ അവിടെ വരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കുട്ടികൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് 2ാമത്തെ വാക്യം വായിക്കാം. നേത്രയോഹോ പക്ഷ്മണി ഇവ അഭിചാര്യ യഹ പ്രിയം കരോതി സഹമിത്രം ഭവതി. നേത്രങ്ങൾക്ക് കൺപോള എന്ന പോലെ അഭിചാരിതമായിട്ട് ആരാണോ നന്മ ചെയ്യുന്നത്, പ്രിയം ചെയ്യുന്നത്, അവൻ മിത്രമാണ് എന്ന് പറയുന്ന ഈ വാചകങ്ങൾ അല്ലെങ്കിൽ ഈ വാക്യങ്ങളൊക്കെ വരുന്ന സുഭാഷിതം ഏതെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ 2ാമത്തെ സുഭാഷിതം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളെ കൊണ്ട് വളരെ എളുപ്പത്തിൽ അത് ചെയ്യിപ്പിക്കാവുന്നതാണ്. കുട്ടികൾ തന്നെ കണ്ടുപിടിക്കും. നമുക്ക് ഈ വാക്കുകളൊക്കെ അതിനകത്ത് ഉണ്ടാവും. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ഈ വാക്യത്തിൽ പറയുന്ന നേത്രം, പക്ഷ്മണി, അഭിചാര്യ, പ്രിയം, ഇതെല്ലാം, അതുപോലെ തന്മിത്രം, മിത്രമുച്യത, ആ വാചകത്തിൽ കൊടുത്തിരിക്കുന്ന പല വാക്കുകളും ഈ സുഭാഷിതത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ 2ാമത്തെ സുഭാഷിതം തന്നെയാണ് അവിടെ ക്രമത്തിൽ ആ വാചകത്തിലും കൊടുത്തിരിക്കുന്നത്. കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അവിചാര്യ പ്രിയം കുര്യാത് തന്മിത്രം മിത്രമുച്യത എന്ന 2ാമത്തെ സുഭാഷിതം തന്നെയാണ് ആ ക്രമത്തിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കണ്ടുപിടിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. 3ാമത്തെ വാക്യം വായിക്കുമ്പോൾ യസ്യ മിത്രേണ സഹ സദാ സംസ്ഥിതിഹി അസ്തി സഹ പുണ്യവാൻ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ സുഭാഷിതമാണ് അതുമായി ബന്ധപ്പെട്ടത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ വാക്യത്തിൻ്റെ അർത്ഥം ആരാണോ മിത്രങ്ങളോടുകൂടെ എപ്പോഴും നന്നായി ഇരിക്കുന്നത് അവൻ പുണ്യവാനാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുന്നൊരു സുഭാഷിതം 3ാമത്തെയാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. ആ വാക്യത്തിൽ കാണുന്ന യസ്യ മിത്രേണ, അതുപോലെ തന്നെ സംസ്ഥിതിഹി എന്ന വാക്ക്, അതുപോലെ
പുണ്യവാൻ എന്ന വാക്കൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് വേഗത്തിൽ കുട്ടികൾക്ക് മനസ്സിലാകും ഇതാണ് ആ സുഭാഷിതമെന്ന് മനസ്സിലാകും. ഇങ്ങനെ ഈ 3 വാക്യങ്ങളും വായിച്ചു കൊടുത്ത് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചിട്ട് ഈ പ്രവർത്തനം അവർ കണ്ടുപിടിക്കുന്ന തരത്തിൽ ചെയ്യിപ്പിക്കുക. അടുത്തതിലേക്ക് നമുക്ക് പോകാം. പാഠപുസ്തകത്തിൻ്റെ 48-ാം പേജിൽ കാണുന്ന അടുത്ത പ്രവർത്തനം, അതായത് 4ാമത്തെ പ്രവർത്തനമാണ്. അതിങ്ങനെയാണ്: മൈത്രി ഇത്യാശയയുക്താനി സുഭാഷിതാനി സഞ്ചിത്യ സമ്പുടം രചയതു. മൈത്രി, സൗഹൃദം എന്ന അർത്ഥം വരുന്ന സുഭാഷിതങ്ങൾ ശേഖരിച്ചിട്ട് സമ്പുടം ഉണ്ടാക്കാനാണ് പറയുന്നത്. സുഭാഷിതത്തിൻ്റെ ഒരു സമ്പുടം ഉണ്ടാക്കാനാണ് പറയുന്നത്. അതിൻ്റെ ഒരു സമാഹാരം ഉണ്ടാക്കാനാണ് പറയുന്നത്. യഥ എന്ന് പറഞ്ഞ്, അതായത് ഇതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സുഭാഷിതം കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. പാപാൻ നിവാരയതി യോജയതേ ഹിതായ ഗുഹ്യം വിഗുഹതി ഗുണാൻ പ്രകടീകരോതി ആപഗ്ദത്തം ചന ജഹാതി ദദാതി കാലേ സന്മിത്രലക്ഷണമിതം പ്രവദന്തി സന്തഹ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തെറ്റുകളെ ഒഴിവാക്കി നന്മയ്ക്കായി കൂടെ നിൽക്കുകയും, പാപാൻ നിവാരയതി യോജയതേ ഹിതായ എന്നതിൻ്റെ നമ്മുടെ രഹസ്യം മറച്ചു വെച്ച് ഗുണങ്ങൾ വെളിപ്പെടുത്തുകയും, ഗുഹ്യം വിഗൂഹതി, ഗുഹ്യം വെച്ച് കഴിഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്നത്, നമ്മുടെ രഹസ്യം അത് മറച്ചു വയ്ക്കുന്നു. ഗുണാൻ പ്രകടീകരോതി, നമ്മുടെ ഗുണങ്ങളെ, നമ്മുടെ നന്മകളൊക്കെ മറ്റുള്ളവരോട് പറയുന്നു, പ്രകടിപ്പിക്കുകയും. ആപദ്ദഗ്ധം, ദുരിതത്തിലായവരെ, ച ന ജഹാദി, അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുന്നില്ല, കൈവിടുന്നില്ല. ദദാതി കാലേ, വേണ്ടത് സമയത്തിന് നൽകുന്നു, നമുക്ക് ആവശ്യമായ സമയങ്ങളിൽ നമുക്ക് വേണ്ടത് തരുന്നു. സന്മിത്ര ലക്ഷണമിതം പ്രവദന്തി, അപ്പം ഇങ്ങനെയുള്ളവരാണ് നല്ല മിത്രമെന്ന് ഇതം, ഇങ്ങനെ എന്തു ചെയ്യുന്നു, പ്രവദന്തി പറയുന്നു. ആരാ പറയുന്നത്? സന്തഹ, സന്യാസിമാർ അല്ലെങ്കിൽ മഹർഷിമാർ പറയുന്നു. നല്ല സുഹൃത്തുക്കൾ ആരാണെന്ന് സന്യാസിമാർ പറയുന്നു. ഇപ്രകാരമാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നമ്മുടെ തെറ്റുകളെ ഒഴിവാക്കി നന്മയ്ക്കായി കൂടെ നിൽക്കുകയും, നമ്മുടെ രഹസ്യം മറച്ചു വെച്ച് ഗുണങ്ങൾ വെളിപ്പെടുത്തുകയും, ദുരിതത്തിലായവരെ കൈവിടാതെ യഥാസമയം വേണ്ടത് നൽകുന്നതുമാണ് നല്ല സുഹൃത്തിൻ്റെ ലക്ഷണമെന്ന് മഹർഷിമാർ പറയുന്നു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇതുപോലെ സമാനമായ സുഭാഷിതം ഉണ്ടാക്കാനാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 2-3 മാതൃകകൾ ഞാനിവിടെ നിങ്ങൾക്കായിട്ട് പ്രദർശിപ്പിക്കുകയാണ്. സൗഹൃദ ബന്ധം അല്ലെങ്കിൽ സുഹൃത് ബന്ധം, മൈത്രി എന്നർത്ഥം വരുന്ന 1ാമത്തെ സുഭാഷിതം: ധനാനി ജീവനം ചൈവ പരാർത്ഥേ പ്രാജ്ഞ ഉത്സൃജേത് സന്നിമിത്തേ വരം ത്യാഗോ വിനാശേ നിയതേ സതി. ഈ ഒരു സുഭാഷിതത്തിൻ്റെ അർത്ഥം നോക്കാം. ജ്ഞാനിയായ ഒരാൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി സമ്പത്തും ജീവിതവും പോലും ത്യജിക്കുന്നു. കാരണമില്ലാതെ നശിക്കുന്നതിനേക്കാൾ ഉത്തമമായ ലക്ഷ്യത്തിനായി ത്യാഗം ചെയ്യുന്നതാണ് നല്ലത്. അതായത് നമ്മുടെ സമ്പത്ത്, ജീവിതമൊക്കെ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുന്നവനാണ് നല്ലൊരു സുഹൃത്തെന്നും, അതൊക്കെ വെറുതെ നമ്മുടെ സമ്പത്തും ജ്ഞാനവും ഒക്കെ വെറുതെ നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ നന്മ ഏറ്റവും നല്ലത് വശത്തെയാണ് നമ്മൾ ദാനം ചെയ്യുമ്പോഴാണ് ത്യാഗം എന്ന് പറയുക. ഏറ്റവും നല്ലതിനെ ദാനം ചെയ്യുന്നതാണ് ത്യാഗം. അപ്പോൾ അങ്ങനെയുള്ള ഉത്തമമായ ലക്ഷ്യത്തിനായിട്ട് ത്യാഗം ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഇതിനെക്കുറിച്ചൊരു സുഭാഷിതം. അടുത്ത സുഭാഷിതം നമുക്ക് നോക്കാം. 2ാമത്തെ സുഭാഷിതം: സദാം മിത്രേണ സംയോഗോ യത്രാസ്തേ തത്ര സമ്പതഃ വിപത്തയഃ കുതോ യസ്മിന്നാസ്തി മിത്രം ധൃതവൃതം. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? സദ്ഗുണസമ്പന്നനായ ഒരു സുഹൃത്തുമായി എവിടെ ബന്ധമുണ്ടോ അവിടെ ഐശ്വര്യം ഉണ്ടാകുന്നു. സദാം മിത്രേണ സംയോഗോ യത്രാസ്തേ തത്ര സമ്പതഃ വിപത്തയഃ കുതോ യസ്മിന്നാസ്തി മിത്രം ധൃതവൃതം എന്നതിൻ്റെ അർത്ഥം നേരെ മറിച്ച് സ്ഥിരതയുള്ള സുഹൃത്ത് ഇല്ലാത്തിടത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ 2ാമത്തെ സുഭാഷിതവും മൈത്രി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനിക്കുന്നു. 3ാമതൊരു സുഭാഷിതം കൂടി നമുക്ക് നോക്കാം. സുപ്രസന്നാനി മിത്രാണി ശുഭേ കാര്യേ പ്രശംസകാഹ പ്രതികൂലേഷു ദുഷ്ടാനി നിർദയാഹ പരപീഡനെ. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും നല്ല പ്രവർത്തികളിൽ നിങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. സുപ്രസന്നാനി മിത്രാണി ശുഭേ കാര്യേ പ്രശംസകാഹ. അടുത്തത്: പ്രതികൂലേഷു ദുഷ്ടാനി നിർദയാഹ പരപീഡനെ. പ്രതികൂലങ്ങളിൽ ദുഷ്ടന്മാരാവുകയും മറ്റുള്ളവരെ നിർദ്ദയമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നവരാണ് ചീത്ത സുഹൃത്തുക്കൾ എന്നുമാണ് ഈ ഒരു സുഭാഷിതത്തിൻ്റെ അർത്ഥം. അങ്ങനെ 4ാമത്തെ പ്രവർത്തനമായ സുഭാഷിതങ്ങൾ, മൈത്രി എന്ന ആശയം വരുന്ന സുഭാഷിതങ്ങൾ കണ്ടുപിടിച്ചിട്ട് സമ്പുടമുണ്ടാക്കാനുള്ള പ്രവർത്തനം അങ്ങനെ അവസാനിക്കുന്നു. ഇതുപോലെയുള്ള മറ്റു സുഭാഷിതങ്ങളും മൈത്രി എന്ന വിഷയം വരുന്ന സുഭാഷിതങ്ങളും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതെല്ലാം കണ്ടുപിടിച്ച് സമ്പുടത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. ഓക്കെ.
പാഠഭാഗത്തെ 5ാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. സുഭാഷിതാനി പഠിത്വ ആശയം വദതു അവതാരയതു ച. ഇത് സുഭാഷിതങ്ങൾ വായിച്ചിട്ട് ആശയം പറയാനും അവതരിപ്പിക്കാനുമാണ് പറയുന്നത്. നമ്മൾ ഈ മൈത്രി എന്ന ആശയം വെച്ചുണ്ടാക്കിയ സുഭാഷിതങ്ങളുടെ ഒരു കൂട്ടമുണ്ടല്ലോ, അതായത് അതിൻ്റെ സമ്പുടം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആശയം പറയാം. അതുപോലെ തന്നെ നമ്മുടെ പാഠഭാഗത്തുള്ള സുഭാഷിതങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ആശയം പറയാനും രണ്ടർത്ഥത്തിൽ നമുക്കിത് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇത് രണ്ടും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പാഠഭാഗത്തുള്ള 3 സുഭാഷിതങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാനും, അടുത്തത് എന്താണ് അതിൻ്റെ ആശയം പറയാനും, അടുത്തെന്താണ് നമ്മൾ ഈ ഉണ്ടാക്കിയ സുഭാഷിതങ്ങളുടെ മൈത്രി എന്ന വിഷയത്തിലുണ്ടാക്കിയ സുഭാഷിതങ്ങളുടെ ആശയം പറയാനും നമുക്ക് ഈ പ്രവർത്തനം ഉപയോഗപ്പെടുത്താം. അങ്ങനെ നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുക. ഈ സുഭാഷിതങ്ങളുടെ ആശയങ്ങളെല്ലാം 1-2 വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് വേണ്ടവർക്ക് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. 6ാമത്തെ പ്രവർത്തനം റിക്തസ്ഥാനാനി പൂരയതു. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് നപുംസകലിംഗ ശബ്ദങ്ങളുടെ ഏകവചനം, ദ്വിവചനം, ബഹുവചനമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് വനം, വനേ, വനാനി മാതൃക കൊടുത്തേക്കുകയാണ്. ഒരു വനം, 2 വനങ്ങൾ, കുറേ വനങ്ങൾ എന്നർത്ഥത്തിലാണ് വനം, വനേ, വനാനി. ഇതേപോലെ യാനം, യാനം എന്ന് വെച്ചാൽ എന്താണ്? വാഹനം, വണ്ടി. യാനം, അപ്പോൾ രണ്ടാമത് യാനേ, യാനാനി എന്നാണ് വരേണ്ടത്. അടുത്തത് നയനം എന്നാണ് അവിടെ ആദ്യത്തെ വാക്ക് വരേണ്ടത്. നയനം, നയനേ, നയനാനി. അടുത്ത ശരീരം, ശരീരേ, ശരീരാണി 3 കൊടുത്തിട്ടുണ്ട്. മിത്രാണി എന്ന അവസാനം ബഹുവചനം മാത്രം കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ മിത്രം, മിത്രേ, മിത്രാണി എന്നാണ് അവിടെ വരേണ്ടത്. ഇവിടെ നമുക്ക് എങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു. 49ാം പേജിൽ അധികതാഹ അംശാഹ, പഠിച്ചിരിക്കേണ്ട മനസ്സിലാക്കേണ്ട അംശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 1 സുഭാഷിതാനി സതാളം ആലപത്, സുഭാഷിതങ്ങൾ താളത്തോടെ ആലപിച്ചു. ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം അലിഖത്. എന്താണ്? ശബ്ദകോശം നിരീക്ഷിച്ചിട്ട് നൂതന പദങ്ങളുടെ അർത്ഥം എഴുതി. ആശയയുക്താനി സുഭാഷിതാനി അലിഖത്, ആശയയുക്തങ്ങളായ സുഭാഷിതങ്ങൾ എഴുതി. സുഭാഷിതാനാം സമ്പുടം അരചയത്, സുഭാഷിതങ്ങളുടെ സമ്പുടം രചിച്ചു. സുഭാഷിതാനാം ആശയം അവതത്, സുഭാഷിതങ്ങൾ ആശയങ്ങൾ പറഞ്ഞു. അകാരാന്ത നപുംസകലിംഗ ശബ്ദാൻ അലിഖത്, അകാരാന്ത നപുംസകലിംഗ ശബ്ദങ്ങൾ എഴുതി. ഇത്രയും ചെയ്തു, കുട്ടികളെ ചെയ്തു എന്ന് ഉറപ്പുവരുത്താനാണ് ഈ അധികതാഹ അംശാഹ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ അവർ നേടിയെടുക്കേണ്ട അംശങ്ങൾ. അനുബന്ധം നമുക്ക് നോക്കാം. അനുബന്ധത്തിൽ ആദ്യമായിട്ട് കൃഞ്ഞ് ധാതുഹു പരസ്മൈപതി ലെട്ട്, കൃഞ്ഞ് ധാതുവിൻ്റെ പരസ്മൈപതി വർത്തമാനകാല രൂപം ലെട്ട് രൂപം കൊടുത്തേക്കാണ്. 3 പുരുഷനുമുള്ളത്. പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. കരോതി, കുരുതഹ, കുർവന്തി. ഒരാൾ ചെയ്യുന്നു കരോതി, കുരുതഹ 2 പേർ ചെയ്യുന്നു, കുർവന്തി ഒത്തിരി പേർ കൂടി ചെയ്യുന്നൊരു കാര്യം. അടുത്ത മധ്യമ പുരുഷൻ, നമ്മൾ മറ്റൊരാളോട് നേരിട്ട് പറയുകയാണ് നീ ചെയ്യുന്നു കരോഷി, നിങ്ങൾ 2 പേർ ചെയ്യുന്നു കുരുതഹ, നിങ്ങൾ എല്ലാവരും ചെയ്യുന്നു കുരുധ. അടുത്തത് ഉത്തമ പുരുഷനാണ്, ഞാൻ ചെയ്യുന്നു കരോമി, ഞങ്ങൾ 2 പേർ ചെയ്യുന്നു കുർവഹ, ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്നു കുർമഹ എന്നർത്ഥം വരുന്നത് അവിടെ കൊടുത്തേണ്ടത്. അടുത്തത് അകാരാന്ത നപുംസകലിംഗ മിത്ര ശബ്ദത്തിൻ്റെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം, സപ്തവിഭക്തികളും സംബോധന പ്രഥമയും കൊടുത്തിട്ടുണ്ട്. മിത്രം, മിത്രേ, മിത്രാണി സംബോധന പ്രഥമ. ഹേ മിത്ര, ഹേ മിത്രേ, ഹേ മിത്രാണി ദ്വിതീയ. മിത്രം, മിത്രേ, മിത്രാണി തൃതീയ. മിത്രേണ, മിത്രാഭ്യാം, മിത്രൈഹി ചതുർത്ഥി. മിത്രായ, മിത്രാഭ്യ, മിത്രേഭ്യഃ പഞ്ചമി. മിത്രാത്, മിത്രാഭ്യ, മിത്രേഭ്യഃ ഷഷ്ടി. മിത്രസ്യ, മിത്രയോഃ, മിത്രാണാം. സപ്തമി മിത്രേ, മിത്രയോഃ, മിത്രേഷു എന്ന് കൊടുത്തിട്ടുണ്ട്. വിഭക്തികളുടെ എല്ലാ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതിക്കൊണ്ട് അതിപ്പോൾ വിവരിക്കുന്നില്ല. ഈ ചാനലിൽ തന്നെ സപ്തവിഭക്തികളുടെ അർത്ഥങ്ങൾ പറഞ്ഞൊരു പാട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. 50ാം പേജിൽ അമരകോശം കൊടുത്തിട്ടുണ്ട്. ശരീരം എന്ന വാക്കിൻ്റെയും മിത്രം എന്ന വാക്കിൻ്റെയും പര്യായ ശബ്ദങ്ങളാണ് അമരകോശമായി കൊടുത്തിട്ടുള്ളത്. ഗാത്രം, വപുസ്സഹനം, ശരീരം, വർഷ്മ, വിഗ്രഹ, കായോ ദേഹ, ക്ലീബ പുംസോഹു, സ്ത്രീയാം മൂർത്തിസ്തനുസ്തനൂഹു എന്നാണ് കൊടുത്തത്. ഓരോന്നും അവിടെ വിവരിച്ച് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഗാത്രം, വപുഹു, സംഹനനം, ശരീരം, വർഷ്മ, വിഗ്രഹ, കായ, ദേഹ, മൂർത്തി, തനുഹു, തനൂഹു എന്നെല്ലാം ശരീരത്തിൻ്റെ സമാന പദങ്ങളാണ്. അടുത്തത് മിത്രം. സ്നിഗ്ധോ വയസ്യഹ സവയാ അധമിത്രം സഖാ സുഹൃത്ത്. അതായത് ഓരോ വാക്കും അവിടെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് മിത്രത്തിൻ്റെ സമാന പദങ്ങൾ. സ്നിഗ്ധഃ, വയസ്യഹ, സവയാഹ, മിത്രം,
സഖ സുഹൃത്ത്, ഇതെല്ലാം മിത്രം എന്ന വാക്കിൻ്റെ സമാന പദങ്ങളാണ്, സമാന ശബ്ദങ്ങളാണ്. അത് അമരകോശമായിട്ട് നീല നിറത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കൊടുത്തേക്കാണ് സഹ. സഹയുടെ സഹ ശബ്ദയോഗേ തൃതീയ. സഹ എന്ന ശബ്ദം യോഗത്തിൽ തൃതീയ വിഭക്തി വരുമെന്നാണ് അർത്ഥം. സഹയുക്തി അപ്രധാനെ എന്ന സൂത്രമാണ് അതുമായി ബന്ധപ്പെട്ടത്. അത് ഡീറ്റെയിലൊക്കെ നിങ്ങൾ പിന്നീട് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ കാര്യം അറിയുക, സഹ എന്ന ശബ്ദത്തിൻ്റെ കൂടെ സഹ എന്ന ശബ്ദം ചേർന്ന് വന്നാൽ തൃതീയ വിഭക്തിയാണ് പറയേണ്ടത്. ഉദാഹരണം കൊടുത്തേണ്ട, ബാലഹ മിത്രേണ സഹ വിദ്യാലയം ഗച്ഛതി. ആൺകുട്ടി കൂട്ടുകാരൻ്റെ കൂടെ വിദ്യാലയത്തിലേക്ക് പോയി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ നോക്കൂ, ശുഗഹ കാകേന സഹ ഡയതി. എന്താണ്? തത്ത അല്ലേ? കാകേന സഹ കാക്കയോട് കൂടെ ഡയതി പറക്കുന്നു. അടുത്തത് അജഹ ഗജേന സഹ ഖാദതി. ആട് ആനയോട് കൂടെ എന്താണ്? ഖാദതി കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നാണ്. 2 ഉദാഹരണമാണ് കൊടുത്തേക്കുന്നത്. കാകേന, കാക ശബ്ദത്തിൻ്റെ തൃതീയ കാകേന കൂടെ സഹ ചേർക്കുന്നു. ഗജ ശബ്ദത്തിൻ്റെ തൃതീയ ഗജേന, തൃതീയ ഏകവചനമാണ് കേട്ടോ. അപ്പോൾ ഗജേന സഹ ചേർക്കുന്നു. അങ്ങനെയാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. ഇങ്ങനെ സഹശബ്ദയോഗത്തിൽ തൃതീയ വിഭക്തി വരുന്ന കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഉദാഹരണം കൂടി, ഇതിലും ലളിതമായ ഉദാഹരണം നിങ്ങൾ കൊടുത്ത പ്രവർത്തനം കൂടി ചെയ്യുക. അങ്ങനെ ഈ പാഠം അവസാനിക്കുകയാണ്. അവസാനം ശബ്ദകോശം കൊടുത്തേണ്ടത് നമ്മൾ അത് കഴിഞ്ഞ പ്രവർത്തനത്തിനായിട്ട് പേജ് നമ്പർ 47 കാണുന്ന 2ാമത്തെ പ്രവർത്തനം ചെയ്യാനായിട്ട് ശബ്ദകോശം ഉപയോഗിക്കാമെന്ന് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ശബ്ദകോശത്തിൻ്റെ അവസാനം 5ാമത്തെ പാഠമായ സർവേ ഭവന്തു സുഖിനഹ എന്ന പാഠത്തിനുള്ള ലിങ്ക് ആക്ടിവിറ്റിയും ഏറ്റവും ഒടുവിൽ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 51. അത് പിന്നീട് വിവരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു. ധന്യവാദ.